ഹലോ മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പൊ നമ്മള് ഇന്ന് സോഷ്യലിൽ പഠിക്കാൻ പോകുന്ന പുതിയൊരു ചാപ്റ്റർ ആണ്, ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് മാർജിനലൈസേഷൻ. സോ അണ്ടർസ്റ്റാൻഡിങ് മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പം എന്താണ് മാർജിനലൈസേഷൻ? നിങ്ങൾ എപ്പോഴെങ്കിലും ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? മാർജിനലൈസേഷൻ എന്ന് പറയുമ്പം പലതരത്തിലുള്ള മാർജിനലൈസേഷൻസ് ഉണ്ട് അല്ലെ. പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ പല ഇടങ്ങളിൽ പല കാര്യങ്ങളിൽ മാർജിനലൈസേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വിഭാഗങ്ങളുണ്ട്. ഓരോ ആൾക്കാരും അല്ലെ, ഈവൻ നിങ്ങളുടെ ക്ലാസ് റൂമിലാണെങ്കിലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർജിനലൈസേഷൻ എത്രത്തോളം എവിഡന്റ് ആണ് എന്നുള്ള കാര്യം. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി സോഷ്യലി മാർജിനലൈസ്ഡ്? സോഷ്യലി മാർജിനലൈസ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? So, to be marginalized is to be forced to occupy the sides or fringes and thus not be at the center of things. എന്താ മാർജിനലൈസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെ, നമ്മൾ ഒരു കാര്യം എടുക്കുന്ന സമയത്ത് അതിന്റെ സെന്റർ പോർഷൻ അല്ലെ, സെന്റർ പോർഷൻ ആണ് അതിന്റെ അട്രാക്റ്റീവ് പോർഷൻ അല്ലെങ്കിൽ അതിന്റെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആ സെന്റർ അട്രാക്ഷൻ കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ നിന്ന് എന്താ മാർജിൻസിലേക്ക് അല്ലെ, അതിന്റെ എന്താ പാർശ്വഭാഗങ്ങളിലേക്ക്, അതിന്റെ സൈഡ് വേസിലേക്കായിട്ട് മാറിപ്പോകുന്നതിനെയാണ് എന്ത് പറയുക, മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. സോ to be marginalized is to be forced to occupy the sides or fringes and thus not be at the center of things. അല്ലെ, നമ്മുടെ സൈഡിലോ ഫ്രിഞ്ചസിലേക്കോ ആയിട്ട് മാറിപ്പോവുക, അതിന്റെ സെന്ററിലേക്ക് നമുക്ക് ആ ഒരു ഇത് കിട്ടാതിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. This is something that some of you have probably experienced in the classroom or playground. Even നിങ്ങൾ മാർജിനലൈസേഷൻ എന്ന് പറയുമ്പോൾ വലിയ കോണ്ടെക്സ്റ്റ് ആണെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഇത് സിമ്പിൾ എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഇതിനെപ്പറ്റി വല്ലാതെ ആലോചിച്ച് അയ്യോ ഇങ്ങനെയൊക്കെയാണോ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് എന്താണ് മാർജിനലൈസേഷൻ, എങ്ങനെയാണ് ഒരാളിൽ ഒരു ഗ്രൂപ്പിൽ നിൽക്കാതെ എങ്ങനെയാണ് ഒരാൾ പുറത്തേക്ക് പോവുക എന്നുള്ള ഒരു സിമ്പിൾ ഡെമോൺസ്ട്രേഷൻ ആണ്. അത് നിങ്ങൾ കൂടുതൽ മനസ്സിലേക്ക് എടുത്തിട്ട് വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു തരുന്നതാണ്. ഇഫ് യു ആർ നോട്ട് ലൈക്ക് most people in your class, that is in your taste in music or film is different. അപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ ചില ആൾക്കാർക്ക് ചില ടൈപ്പ് ഓഫ് പാട്ടിനോട് മാത്രമായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. മെലഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പുതിയ അടിപൊളി പാട്ട് അല്ലെ, അങ്ങനത്തെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ ഗ്യാങ്ങിൽ തന്നെയും നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന പാട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചില പ്രത്യേക സിനിമകളോട് ഭയങ്കര ഇഷ്ടം അല്ലെ, നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് മൂവി ആയിരിക്കും, ചില ആൾക്കാർക്ക് ഫീൽ ഗുഡ് മൂവീസ് ആയിരിക്കും ഇഷ്ടം അല്ലെ, ചില ആൾക്കാർക്ക് നല്ലൊരു ലവ് സ്റ്റോറി ഒക്കെ കേൾക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പം ഓരോ ആൾക്കാർക്ക് എന്താണ്, ഫാമിലി സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, കോമഡി പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം ഓരോ ആൾക്കാരുടെയും ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. ഇനി ക്ലാസ്സിൽ നിങ്ങളെ ഗ്യാങ് എടുത്ത് നോക്കുമ്പം നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രം ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ആണ് ഇഷ്ടം, ബാക്കി എല്ലാ ആൾക്കാരും ഫീൽ ഗുഡ് ആണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തുനിന്ന് ഒരാള് ഔട്ടായില്ലേ, നിങ്ങളുടെ ടേസ്റ്റും അവരുടെ ടേസ്റ്റും ഡിഫറെന്റ് ആയില്ലേ. സിംപ്ലി പറഞ്ഞാൽ അത്രേ ഉള്ളൂ കേട്ടോ, അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. സോ film is different if your accent marks you out from others, if you are less chatty than others in your class. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ബാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെക്കാളും വേറെ കുറച്ചൊരു വ്യത്യാസം കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ഡോണ്ട് പ്ലേ ദ സെയിം സ്പോർട്ട് ദാറ്റ് മെനി ഓഫ് യുവർ ക്ലാസ്മേറ്റ്സ് ലൈക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോർട്ട് ഐറ്റം അല്ലെങ്കിൽ കളി ഒക്കെ ഇഷ്ടമുണ്ടാവും അല്ലെ. അപ്പം അതല്ല നിങ്ങളുടെ ഫേവറേറ്റ് ചോയ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഗ്രൂപ്പിൽ പെടുന്നില്ല അല്ലെ, നിങ്ങൾ ആ ബാക്കിയുള്ള ആൾക്കാരുടെ ഗ്രൂപ്പിൽ പെടുന്നില്ല, നിങ്ങൾ ജസ്റ്റ് അതിനേക്കാൾ എന്താണ് നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താവുന്ന പോലെയാണ് ഇവിടെ പറയുന്നത്. ഇഫ് യു ഡ്രസ് ഡിഫറെന്റ്ലി അല്ലെ, എല്ലാ ആൾക്കാരും സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് വന്നു, ഒരു ദിവസം ഒരാള് സ്കൂൾ യൂണിഫോം ഇടാതെ പോയി കഴിഞ്ഞാല് അയാളും ആ ഗ്രൂപ്പിൽ എന്തായി, ഔട്ട് ആയിട്ട് മാറി അല്ലെ. സോ ദാറ്റ് യു വിൽ നോട്ട് ബി കൺസിഡർഡ് ടു ബി ഇൻ ബൈ യുവർ പിയേഴ്സ് അല്ലെ. അപ്പൊ നിങ്ങള് ചില കാര്യങ്ങളിൽ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ സെയിം ടേസ്റ്റ് നിങ്ങൾ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഉള്ളിലേക്ക് അല്ലെ, ടു ബി ഇൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇന്നായിരിക്കില്ല അല്ലെ. സോ സിമ്പിൾ എക്സാമ്പിൾ ആണ്. നിങ്ങൾ അയ്യോ ഇതാണോ ഞാൻ മാർജിനലൈസ്ഡ് ആയി പോവാണോ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. സോ often you end up feeling that you are not worth it
as if what you say, feel and think and how you act are not quite right or accepted to others. As in the classroom and the social environment too, groups of people or communities may have the experience of being excluded. അപ്പൊ നമ്മളിപ്പോ ക്ലാസ്സിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റിയിലേക്ക് അല്ലെ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ചില ആൾക്കാര് ചില രീതിയിൽ ജീവിക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാര് ആ രീതിയിലല്ല ജീവിക്കുന്നത്, വേറെ കുറച്ച് സിസ്റ്റം കസ്റ്റംസ് ഒക്കെ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അപ്പം അവരുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെ നമ്മൾ സോഷ്യലി നോക്കുമ്പോഴും എന്താണ് ചെറിയൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അപ്പം അവർക്ക് എന്ത് ചെയ്യും, നിങ്ങൾ ടു ബി ഇൻ ദ ഗ്രൂപ്പ് അല്ലാത്തത് പോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് മൊത്തം സൊസൈറ്റി നോക്കുമ്പോൾ ഞങ്ങൾ പുറത്താണല്ലോ എന്നുള്ളൊരു ചിന്ത കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. ദർ മാർജിനലൈസേഷൻ, കണ്ടോ നിങ്ങൾ ആ വേർഡ് മാർജിനലൈസേഷൻ. Marginalization can be because they speak different language. എന്തായിരിക്കും നിങ്ങൾ നോക്കിയാൽ മതി, നമ്മള് കേരളത്തിലെ മുഴുവൻ മലയാളികളാണ് അല്ലെ, മലയാളികളാണ്. പെട്ടെന്ന് ഈവൻ ഹിന്ദി സംസാരിക്കുന്ന അല്ലെ, നമ്മൾ ബംഗാളിൽ നിന്ന് വരുന്ന ആൾക്കാര് അല്ലാന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വരികയാണ്, അവർ തമിഴ് സംസാരിക്കണം അല്ലെ. അപ്പൊ നമ്മള് ടു ബി ഇന്നാക്കുവോ, നമ്മളത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ നിങ്ങൾ കേരളത്തിലേക്ക് ഞങ്ങളെ പോലെ ഭാഷ സംസാരിക്കുന്നവരല്ല അല്ലെ, അവർ മലയാളം സംസാരിക്കുന്നവരല്ല, അവർ തമിഴ് സംസാരിക്കുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പം എന്താണ്, അവർ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള കസ്റ്റംസ് ആയിരിക്കും, നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന ഒരു കസ്റ്റം ആയിരിക്കില്ല അവർ ചിലപ്പം ഫോളോ ചെയ്യുന്നുണ്ടാവുക, ഓർ ബിലോങ് ടു എ ഡിഫറെന്റ് റിലീജിയസ് ഗ്രൂപ്പ്സ് ഫ്രം ദ മെജോറിറ്റി കമ്മ്യൂണിറ്റി. അപ്പം അവര് വേറൊരു റിലീജിയസ് ഗ്രൂപ്പിലായിരിക്കും അവര് വിശ്വസിക്കുന്നുണ്ട്. അപ്പം റിലീജിയൻ ബേസിലാണെങ്കിലും ചിലപ്പോൾ എന്താണ് ഒരു മാർജിനലൈസേഷൻ എന്ത് കാണാൻ പറ്റും, നമുക്ക് നമ്മളുടെ സൊസൈറ്റിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ദേ മേ ഓൾസോ ഫീൽ മാർജിനലൈസ്ഡ് ബിക്കോസ് they are poor, considered to be low social status and viewed as being less human than others. അപ്പം അവര് മാർജിനലൈസ്ഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്തായിരിക്കും, ഒന്നില്ലെങ്കിൽ അവര് പുവർ ആയിരിക്കും അല്ലെ, അവരുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല. അപ്പൊ കുറെ പൈസ ഉള്ള ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്ത് പൈസ ഇല്ലാത്ത ഒരാൾ നിൽക്കുന്ന സമയത്ത് എന്താണ്, എനിക്ക് അവരെ പോലെ പൈസ ഇല്ലല്ലോ, അവരെന്തായി പോവാറുണ്ട്, ചിലപ്പം മാർജിനലൈസ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ലോ സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് ചിലപ്പം പുവർ പീപ്പിളിനെ എന്ത് ചെയ്യാറുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട്. Sometimes marginalized groups are viewed with hostility and fear. This sense of difference and exclusion leads to communities not having access to resources and opportunities and in their inability to assert their rights. They experience a sense of disadvantage and പവർലെസ്നെസ് അല്ലെ, അവര് എന്താ മാർജിനലൈസ് ആയി പോവുകയാണ്, അവർക്ക് വലിയൊരു പവർ ഇല്ലാത്തൊരവസ്ഥയൊക്കെയാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. ആസ് മോർ പവർഫുൾ ആൻഡ് ഡോമിനന്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഹു ഓൺ ലാൻഡ് അല്ലെ, സൊസൈറ്റിയില് ഡോമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ, അവർക്ക് സ്വന്തമായിട്ട് ഭൂമിയുണ്ട്, അവർ ലാൻഡ് ഓണിങ് ആയിട്ടുള്ള അല്ലെ, പുവർ ആയിട്ടുള്ള ആൾക്കാരല്ല, അവർ റിച്ച് ആണ് ആൻഡ് ആർ വെൽതി അല്ലെ, അവർ വെൽതി ആയിട്ടുള്ള ആൾക്കാർ, അവരൊക്കെയാണ് സൊസൈറ്റിയിൽ എന്താവുന്നത് അല്ലെ, കുറെ പൈസ ഉള്ള ആൾക്കാരായിരിക്കും കുറച്ചും കൂടി സൊസൈറ്റിയിൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക അല്ലെ. പുവർ ആയിട്ടുള്ള ആൾക്കാർ എന്തായിട്ട് മാറും, അവര് ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും അല്ലെ, അവർക്ക് ആ ഒരു മാർജിനലൈസേഷൻ ഫീൽ ചെയ്യാറുണ്ട്. ബെറ്റർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ, ഒരു സൊസൈറ്റിയില് കുറെ ഡോക്ടേഴ്സ് കുറെ എഞ്ചിനീയേഴ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് അത്രയും എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരാൾ വരുമ്പം അയാൾ എന്തായി പോവാറുണ്ട്, ചിലപ്പം മാർജിനലൈസ്ഡ് ആയിട്ട് പോവാറുണ്ട്. ആൻഡ് പൊളിറ്റിക്കലി പവർ അല്ലെ, പൊളിറ്റിക്കൽ ആയിട്ട് നോക്കുമ്പോഴും അങ്ങനെയും എന്തുണ്ടാവാറുണ്ട് അല്ലെ, നോട്ട് ടു ബി ഇൻ ദ ഗ്രൂപ്പ് അല്ലെ. ഒരാള് കുറെ ആൾക്കാരുടെ സെയിം ടേസ്റ്റ് അല്ല, ഒരാൾ ആ ഗ്രൂപ്പില് കേറുന്നില്ല, ആ ഗ്രൂപ്പിലേക്ക് ഉള്ള ക്രൈറ്റീരിയ അയാൾ സാറ്റിസ്ഫൈ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ എന്താവാറുണ്ട്, ചിലപ്പം മാർജിനലൈസ് ആയി പോവാറുണ്ട്. അതാ പറയുന്നത് they experience a sense of disadvantage and powerlessness as more powerful and dominant sections of society who own land are wealthy, better educated and politically powerful. Thus, marginalization is seldom experienced in one sphere
കുറെ ഒറ്റ സ്ഫിയർ ആയിട്ടല്ല നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. എക്കണോമിക് സ്ഫിയർ അല്ലെ, നമ്മൾ പറഞ്ഞു റിച്ച് ആൻഡ് പുവർ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു മാർജിനലൈസേഷൻ വരുന്നുണ്ട്, സോഷ്യലി ഒരു മാർജിനലൈസേഷൻ വരുന്നുണ്ട്, കൾച്ചറലി ഒരു മാർജിനലൈസേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്കലി അല്ലെ, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും ഇതിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. സോ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത് എക്കണോമിക്, സോഷ്യൽ, cultural and political factors work together to make certain groups in society feel marginalized. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് നമ്മുടെ സമൂഹത്തില് മാർജിനലൈസ്ഡ് ആയിട്ടാണ് ഉണ്ടോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കൾച്ചറൽ ഫാക്ടേഴ്സും ഉണ്ട്. In this chapter you will read about two communities. നമ്മൾ ഇവിടെ രണ്ട് മാർജിനലൈസ് ആയി പോയി എന്ന് തോന്നുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്ന രണ്ട് ആൾക്കാരെ, രണ്ട് കമ്മ്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. That are considered to be socially marginalized in India today. ഇന്ന് ഇന്ത്യയിൽ സോഷ്യലി മാർജിനലൈസ് ആയിപ്പോയിട്ട്, എക്കണോമിക്കലി അല്ല, പൊളിറ്റിക്കലി അല്ല, അവർ സോഷ്യലി മാർജിനലൈസ്ഡ് ആയി പോയിട്ടുണ്ടെന്ന് തോന്നുന്ന രണ്ട് കമ്മ്യൂണിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഫസ്റ്റത്തെ കമ്മ്യൂണിറ്റി ആണ് ഏതാണ് മക്കളെ? കമ്മ്യൂണിറ്റി ഹു ആർ ആദിവാസീസ്. ഓക്കെ, ഹു ആർ ആദിവാസീസ്. ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഏതാണ്? ആദിവാസീസ്. ഹു ആർ ആദിവാസീസ്. സോ ആദിവാസീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആദിവാസി എന്ന് പറയുന്ന ജനങ്ങൾ അല്ലെ, കാടിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ അല്ലെ, കാടുമായിട്ട് കൂടുതൽ ആത്മബന്ധം പുലർത്തുന്ന ആൾക്കാരാണ് ആദിവാസികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. സോ ആദിവാസീസ്, the term literally means original inhabitants. അപ്പം ആദിവാസി എന്ന് പറയുന്ന വേർഡ് മീനിങ് എന്താണ്? ഒറിജിനൽ ഇൻഹാബിറ്റൻസ് എന്നാണ് ആദിവാസി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. ആർ കമ്മ്യൂണിറ്റീസ് ഹു ലിവ്ഡ് ആൻഡ് ഓഫൺ കണ്ടിന്യൂ ടു ലിവ് ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത് ഫോറസ്റ്റ്. ആരാണ് ആദിവാസീസ് എന്ന് പറയുന്നത്? അവര് കാടുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് അല്ലെ, ഫോറസ്റ്റുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അവര് ഫോറസ്റ്റിൽ ജീവിച്ചു വന്നിരുന്ന ആൾക്കാരാണ്. അവര് ഇപ്പോഴും ഫോറസ്റ്റുമായിട്ട് ഫോറസ്റ്റിനോട് ഇടപഴകി ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലെ. അവര് ഇൻ ക്ലോസ് അസോസിയേഷൻ വിത്ത് ഫോറസ്റ്റ് അല്ലെ. ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു സമ്പാദ്യമാണ് അല്ലെങ്കിൽ ഒരു വെൽത്ത് ആണ്. ആ ഫോറസ്റ്റുമായിട്ട് നന്നായിട്ട് ഇടപഴകി ജീവിക്കുന്ന ആൾക്കാരാണ് ആര്? നാച്ചുറൽ അല്ലെങ്കിൽ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് എന്നാണ് ആദിവാസി എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ. ഓക്കെ, ആൻഡ് around 8% of India's population is ആദിവാസി. ഇന്ത്യയിൽ 100 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിൽ 100 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് 8 ആൾക്കാർ ആരാണ്? ആദിവാസീസ് ആണ്. എന്താ പറയുന്നത്? around 8% of India's population is Adivasi, and many of India's most important mining and industrial centers are located in Adivasi areas. അപ്പം ഇന്ത്യയിൽ around 8% ആൾക്കാരും ആദിവാസീസ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇൻഡസ്ട്രീസിൽ ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആണ്? മൈനിങ് ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ഇൻഡസ്ട്രീസും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് സ്ഥലത്താണ്? ലൊക്കേറ്റഡ് ഇൻ ആദിവാസി ഏരിയാസ് ആയിട്ടുള്ള ജംഷഡ്പൂർ ഉണ്ട്, റൂർക്കേല അല്ലെ. ഏതാണ് ഇതൊക്കെ? എന്താണ്? അയൺ ആൻഡ് സ്റ്റീൽ അല്ലെ. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആണ് റൂർക്കേല, ബക്കാറോ, ബിലായി എന്നൊക്കെ പറയുന്നത്. ബാക്കിയും കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഈ സ്ഥലങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതൊക്കെ മേജർ ആയിട്ടുള്ള ആദിവാസി ഏരിയാസ് ആണ്. ജംഷഡ്പൂർ ഉണ്ട്, റൂർക്കേല ഉണ്ട്, ബക്കാറോ ഉണ്ട് ആൻഡ് ഭിലായ്. ഓക്കെ, സോ ഇത്രയും സ്ഥലങ്ങൾ. അപ്പം ഇന്ത്യയിൽ 8% ആൾക്കാർ ആരാണ്? ആദിവാസി ജനവിഭാഗമാണ്. അപ്പം ഇവരുടെ മാർജിനലൈസേഷൻ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So Adivasis are not a homogeneous population. There are over 500 different Adivasi groups in India. അപ്പൊ നമ്മള് ആദിവാസീസ് എന്ന് പറയുമ്പം ആദിവാസീസ് ഒരു വിഭാഗമായിട്ടാണ് ചിലപ്പം അറിയാത്ത ആൾക്കാരൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ
among ആദിവാസീസ് അല്ലെ, ആദിവാസീസിന്റെ ഇടയിൽ തന്നെയും എന്താണ് 500 ഡിഫറെന്റ് വെറൈറ്റീസ് അല്ലെ, അവരുടെ ഇടയിൽ തന്നെ 500 ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, ഓരോ റീജിയൻ അനുസരിച്ച്, ഓരോ കൾച്ചറൽ അനുസരിച്ച്, ലാംഗ്വേജ് അനുസരിച്ച് ഒക്കെ അവരുടെ ഇടയിൽ തന്നെയും എത്ര ഡിവിഷൻ ഉണ്ടെന്നാ പറഞ്ഞത്? 500 ഡിഫറെന്റ്. അപ്പൊ അതൊരു ഹോമോജീനസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആദിവാസി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തില് 500 ഡിഫറെന്റ് അല്ലെ, 500 ഡിഫറെന്റ് ആദിവാസി ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ. So, Adivasis are particularly numerous in states like ഏറ്റവും കൂടുതൽ ആദിവാസീസ് കൂടുതലായിട്ടും ഉള്ള അല്ലെ, ആദിവാസീസ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഒഡീഷ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, West Bengal and the northeastern states of Arunachal Pradesh, Assam, Manipur, Meghalaya, Mizoram, Nagaland, Sikkim and Tripura. അപ്പൊ നിങ്ങളിത് നോക്കുമ്പോ തന്നെ അറിയാം, നമുക്ക് കേരളത്തിലൊക്കെ എന്താണ് കമ്പാരിറ്റീവ്ലി ആദിവാസി കമ്മ്യൂണിറ്റി എന്താണ് എണ്ണം കുറവാണ്. ഇന്ത്യയുടെ നോർത്തിലും നോർത്ത് ഈസ്റ്റ്, മെയിൻ ആയിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും ആദിവാസി ജനവിഭാഗം കാണപ്പെടുന്നത്. ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ്? പർട്ടിക്കുലർലി ന്യൂമറസ് ഇൻ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഒഡീഷ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ ആൻഡ് ഇൻ ദ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. ഏതൊക്കെയാണ്? അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം ആൻഡ് ത്രിപുര. ഇത്രയും സ്റ്റേറ്റ്സിലാണ് കൂടുതലായിട്ടും ആദിവാസീസിനെ കാണുന്നത്. ഓക്കെ, എ സ്റ്റേറ്റ് ലൈക്ക് ഒഡീഷ ഇസ് home to more than 60 different tribal groups. ഇപ്പം അതിൽ തന്നെയും ഒഡീഷ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 500 ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ആദിവാസി എന്ന് പറയുന്ന ജനവിഭാഗമുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ വെറൈറ്റി കാണുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഒഡീഷ എന്ന് പറയുന്നത്. ആദിവാസി സൊസൈറ്റീസ് ആർ ഓൾസോ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ആദിവാസി സൊസൈറ്റീസ് ആർ ഓൾസോ മോസ്റ്റ് distinctive because there is often very little hierarchy among them. This makes them radically different from communities organized around principles of jati varna or that were ruled by kings. അപ്പം ഇവരുടെ ഇടയിൽ അല്ലെ, നമ്മളുടെ ഇടയിലൊക്കെ ഒരു ഹൈറാർക്കി കൂടുതലാണ് അല്ലെ, പാവപ്പെട്ടവര്, പണക്കാര്, അങ്ങനെ ഒരു ഹൈറാർക്കി. പക്ഷെ ആദിവാസീസിന്റെ ഇടയിൽ അങ്ങനെ ഒരു ഹൈറാർക്കി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ജാതി വർണ്ണ അല്ലെ, കാസ്റ്റ് ബേസിസിലോ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവർ ആ രീതിയിൽ നിന്ന് എന്താണ് വ്യത്യസ്തരാണ് ആദിവാസീസ് എന്ന് പറയുന്നത്. ആദിവാസീസ് പ്രാക്ടീസ് എ റേഞ്ച് ഓഫ് ബിലീഫ് സിസ്റ്റം ദാറ്റ് ആർ ഡിഫറെന്റ് ഫ്രം അതർ റിലീജിയൻസ്. അപ്പം ഇന്ത്യയിൽ ബാക്കിയുള്ള റിലീജിയൻസ് വിശ്വസിക്കുന്ന പോലെ ഉള്ള ഒരു സിസ്റ്റം അല്ല അവർ വിശ്വസിക്കുന്നത്. അവർ കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ വിശ്വസിക്കുന്നത്. ദീസ് ഓഫൺ ഇൻവോൾവ് ദ വർഷിപ്പ് ഓഫ് ancestors, village and natural spirits, the last associated with and residing in various sites in the landscape, mountain spirits, river spirits, animal spirits, etc. അപ്പൊ നമ്മള് ഇവര് വർഷിപ്പിങ്ങും എന്താ ആദിവാസീസ് കൂടുതലായിട്ട് അല്ലെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് പ്രകൃതിയെ ഒരുപാട് വർഷിപ്പ് ചെയ്യുന്നുണ്ട്. The village spirits are often worshipped at specific sacred groves within the village boundary, while the ancestral ones are usually worshipped at home. അപ്പം വില്ലേജ് സ്പിരിറ്റ്സിനൊക്കെ സാക്രഡ് ഗ്രൂവ്സ്, എന്താ മക്കളെ സാക്രഡ് ഗ്രൂവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാക്രഡ് ഗ്രൂവ്സ് എന്താണ്? കാവുകളാണ് അല്ലെ. കാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതൊരു പ്രകൃതി. നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ട് അല്ലെ, അനന്തഭദ്രം എന്നൊക്കെ പറയുന്ന സിനിമയിൽ നിങ്ങൾക്ക് കാവുകൾ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി രമണീയമായിട്ട് അല്ലെ, ഒരുപാട് ജീവിജാലങ്ങള്, ഒരുപാട് ജീവികള്, കുറേ വെറൈറ്റിയിലുള്ള മരങ്ങളാണെങ്കിലും പക്ഷികളാണെങ്കിലും കുറേ ജീവികൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കാവുകൾ അല്ലെങ്കിൽ സാക്രഡ് ഗ്രൂവ്സ് എന്ന് പറയുന്നത്. അവിടെ മനുഷ്യന്മാർ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തുമോ? ഇല്ല. അവരത് ദൈവത്തിന്റെ ഒരു ശക്തിയുള്ള ഒരു സ്ഥലമാണ് അത് എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും? സാക്രഡ് ഗ്രൂവ്സിൽ ആരും ഒന്നും ചെയ്യില്ല അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ട് പാമ്പുകളെ ഒന്നും ഉപദ്രവിക്കില്ല, ആരെയും ഒന്നും ഉപദ്രവിക്കില്ല.
കാവുകൾ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ എന്ത് ചെയ്യും മനുഷ്യന്മാര് ഭയങ്കര വർഷിപ്പ് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആദിവാസീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവര് വർഷിപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് additionally, Adivasis have always been influenced by different surrounding religions like ഏതൊക്കെയാണ്, ശക്ത, ബുദ്ധിസ്റ്റ്, വൈഷ്ണവ്, ഭക്തി ആൻഡ് ക്രിസ്ത്യാനിറ്റി. അപ്പം അവരുടെ ഇടയിലും കുറെ റിലീജിയസ് ഇൻഫ്ലുവൻസും വരുന്നുണ്ട്. സൈമുൾട്ടേനിയസ്ലി Adivasi religions themselves have influenced dominant religions of the empires around them. For example, the Jagannath cult of Odisha and Shakti and Tantric traditions in Bengal and Assam. അപ്പം അവിടെ വരുന്ന ഒരു റിലീജിയസ് ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എക്സാമ്പിൾ നിങ്ങൾ ഓർത്തു വെക്കണം. ദ ജഗന്നാഥ് കൾട്ട് ഓഫ് ഒഡീഷ ആൻഡ് ശക്തി ആൻഡ് തന്ത്രിക് ട്രഡീഷൻസ് ഇൻ Bengal and Assam. During the 19th century, substantial numbers of Adivasis converted to Christianity, which has emerged a very important religion in modern Adivasi history. അപ്പം 19th century ആയ സമയത്ത് ആദിവാസീസ് എന്ത് ചെയ്തു, എങ്ങോട്ടേക്ക് കൺവേർട്ട് ആയി, ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ആയി. അപ്പം അതൊരു വെരി ഇമ്പോർട്ടന്റ് റിലീജിയൻ ഇൻ മോഡേൺ ആദിവാസി ഹിസ്റ്ററി. ആദിവാസീസ് ഹാവ് their own languages. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഭാഷയുണ്ട് അല്ലെ, ലാംഗ്വേജ്. നമ്മൾ മലയാളം സംസാരിക്കുന്നത് പോലെ കുറെയൊക്കെ മലയാളം ടച്ച് ഉണ്ടാവും. അതായത് കുറച്ചും കൂടി ഓൾഡർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്, ലൈക്ക് സാൻസ്ക്രിറ്റ് ഒറിജിനിൽ നിന്നൊക്കെ വരുന്ന ലാംഗ്വേജസ് ഒക്കെ ആയിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. ആദിവാസീസ് ഹാവ് their own languages, most of them radically different from and possibly as old as Sanskrit. അപ്പം സാൻസ്ക്രിറ്റ് പോലെ അത്രയും സാൻസ്ക്രിറ്റ് അല്ലെങ്കിൽ സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് പഴയ ഒരു ഭാഷയാണ് അല്ലെ. അപ്പം ആ ഭാഷയെ പോലെ ഒരുപാട് പഴക്കം ചെന്ന ഭാഷകളായിരിക്കും അല്ലെ. എല്ലാവർക്കും മനസ്സിലാവണമെന്നൊന്നുമില്ല അല്ലെ, നമുക്ക് ചിലപ്പോൾ കേട്ടാല് ആ ഭാഷ മനസ്സിലാവണമെന്നില്ല. അപ്പം അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പഴക്കമുള്ള ഭാഷകളായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. which have often deeply influenced the formation of mainstream Indian languages like Bengali. Santali has the largest number of speakers and has a significant body of publications including magazines on the internet. അപ്പം ഇവിടെ പറയുന്നത് റിലീജിയസിന്റെയും അതുപോലെ തന്നെ ലാംഗ്വേജിന്റെയും ഒരു ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, so Adivasis and stereotyping. So in India, we usually showcase Adivasi communities in particular ways. Thus, during school functions or other official events or in books and movies, അപ്പൊ നമ്മൾ ആദിവാസി കമ്മ്യൂണിറ്റീസിനെ നമ്മളൊരു പാർട്ടിക്കുലർ അല്ലെ, ആദിവാസി നൃത്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാർട്ടിക്കുലർലി ആണ് എന്ത് പോർട്രേ ചെയ്യുന്നത്. ഇപ്പം സ്കൂളിൽ എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ അല്ലെ കൾച്ചറൽസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മളൊരു സ്പെഷ്യൽ ഇവന്റ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ ബുക്കുകൾ മൂവീസ് ഒക്കെ കാണുന്ന സമയത്ത് Adivasis are invariably portrayed in very stereotypical ways. Colorful costumes അല്ലെ, നമ്മള് കളർഫുൾ ആയിട്ടുള്ള costumes, headgear and through their dancing അല്ലെ, നൃത്തങ്ങളൊക്കെ നമ്മൾ പ്രസന്റ് ചെയ്യാറുണ്ട്. Besides this, we seem to know very little about the realities of their lives. അപ്പൊ നമ്മൾ ജസ്റ്റ് അല്ലെ നമ്മൾ ആ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് അത് ഡിസൈൻ ചെയ്യാന്നല്ലാതെ നമുക്കത് കൂടുതലായിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് എന്താ അറിയില്ല, നമുക്ക് അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊന്നും അറിയത്തില്ല. This often wrongly leads to people believing that they are exotic, primitive and backward. അപ്പം നമുക്ക് അവരെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദിവാസി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആയിട്ടുള്ള ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. Often Adivasis are blamed for their lack of advancement as they are believed to be resistant to change or ന്യൂ ഐഡിയാസ്. അപ്പം അവരെന്താണ്, അവർക്ക് കാലത്തിനനുസരിച്ച് എന്താണ് ചേഞ്ച് വരുന്നില്ല എന്നുള്ള ഒരു ബ്ലെയിമിങ് അവർക്ക് എപ്പോഴും കേൾക്കേണ്ടി വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ആദിവാസീസിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോ പഠിച്ചത്. അപ്പം എന്തുകൊണ്ടാണ് നമ്മളിത് പഠിക്കേണ്ടി വന്നത്, നമ്മൾ ഏത് ടോപ്പിക്കാ ഡിസ്കസ് ചെയ്യുന്നത്, മാർജിനലൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് രണ്ട് ഇമ്പോർട്ടന്റ് സോഷ്യലി, എക്കണോമിക്കലി, കൾച്ചറലി ആൻഡ് ഓൾസോ പൊളിറ്റിക്കലി മാർജിനലൈസേഷൻ പ്രസന്റ് ആണ്.
അതിനകത്ത് നമ്മൾ സോഷ്യലി മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആദിവാസി ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അവരുടെ ഭാഷ, അവരുടെ കസ്റ്റംസ്, അവരുടെ ലാംഗ്വേജസ് പറഞ്ഞു, റിലീജിയസ് അല്ലെങ്കിൽ അവരുടെ കോൺസെപ്റ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്